നമസ്കാരം. ഞാൻ ബാലചന്ദ്രൻ. അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുറ്റത്തെ പഞ്ചാരമണലിലൂടെ സ്വപ്നങ്ങൾ കണ്ട് അവിടുത്തെ സേവപ്പന്തലിൽ, അവിടുത്തെ തൃക്കേക്കുളത്തിൻ്റെ കൽപ്പടവുകളിൽ, മന്ത്രശാലയിൽ, ചുറ്റമ്പലത്തിൽ എല്ലാം നടന്ന സ്വപ്നങ്ങളും പ്രാർത്ഥനകളുമായി നടന്ന ആയിരക്കണക്കിന് അമ്പലപ്പുഴക്കാരിൽ ഒരാളാണ് ഞാനും. ഇപ്പോൾ പ്രവാസിയാണ്. എന്നെപ്പോലെ ധാരാളം പ്രവാസികൾ അമ്പലപ്പുഴയിലുണ്ട്. അവരെല്ലാം പങ്കെടുക്കാൻ മനസ്സുകൊണ്ട് എപ്പോഴും അമ്പലപ്പുഴയിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്പലപ്പുഴ അമ്പലം സ്ഥാപിച്ചതായിട്ട് പറയപ്പെടുന്നത്. വില്വമംഗലത്ത് സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം പുരാടം തിരുനാൾ മഹാരാജാവാണ് അമ്പലപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത്. അവിടുത്തെ ഇന്ന് കാണുന്ന എല്ലാ ചടങ്ങുകളും പുരാടം തിരുനാൾ മഹാരാജാവാണ് നടപ്പിലാക്കിയത്. അതിനുള്ള ചാർത്തുകൾ ഉണ്ടാക്കിയതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. നമ്മളുടെ കണ്ണൻ്റെ ഉത്സവങ്ങളായ 12 കളഭം, തിരുവുത്സവം, 12 കളഭങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന പള്ളിപ്പാന, അതുപോലെ 12 പള്ളിപ്പാനകൾ കൂടുമ്പോൾ നടക്കുന്ന വിജയബലി, 144 വർഷം കൂടുമ്പോഴാണ് ഒരു വിജയബലി നടക്കുന്നത്. ഈ വിശ്വാസങ്ങളെല്ലാം, ഈ ആചാരങ്ങളെല്ലാം സൂക്ഷിച്ച് ഭംഗിയായി നടത്താൻ ഇന്നും അമ്പലപ്പുഴയിൽ ആൾക്കാരുണ്ട്. അമ്പലപ്പുഴക്കാർ തയ്യാറാവുന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള 2 ആഴ്ചക്കാലമാണ് പള്ളിപ്പാന നടക്കുന്നത്. ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് ചടങ്ങുകൾ, താന്ത്രികമായതും അല്ലാത്തതുമായ ചടങ്ങുകൾ ഒക്കെ നടക്കുന്ന ഒരവസരമാണ് ഈ പള്ളിപ്പാനയുടെ 2 ആഴ്ച. ശരിക്കും ഈ പള്ളിപ്പാനയുടെ കൃത്യമായിട്ട് ഇതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് വേല സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ആണ്. ആദ്യമായി പള്ളിപ്പാന നടന്നത് ദേവാസുര യുദ്ധത്തിൽ ബഹുകാര്യകർത്തൃത്വം മൂലം ഭഗവാൻ മഹാവിഷ്ണുവിനൊരു മന്ദത വന്നുവെന്നും ആ മന്ദത മാറ്റാനായിട്ട് സുബ്രഹ്മണ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് സാക്ഷാൽ മഹാദേവനും പാർവതീദേവിയും ചേർന്നാണ് ഓത്തും മുറോത്തും നടത്തി പള്ളിപ്പാന ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീട് വീണ്ടും തുടർന്നുള്ള അവസരങ്ങളിൽ അസുരന്മാരുടെ ആഭിചാര പ്രയോഗങ്ങളിൽ ഭഗവാന് ഇങ്ങനെയുള്ള മന്ദത വീണ്ടും വന്നാൽ അത് തുടർന്നും പള്ളിപ്പാന നടത്താനായിട്ടാണ് ശൈവാനുഗ്രഹമുള്ള വേല സമുദായത്തെ ഭഗവാൻ ഏർപ്പാടിയത്. അവരിന്നും അത് തികഞ്ഞ ഭക്ത്യാദരപൂർവ്വം അനുഷ്ഠിച്ചു പോരുന്നു. അതാണ് നമ്മളിനി അമ്പലപ്പുഴയിൽ കാണാൻ പോകുന്ന ഫെബ്രുവരി 8 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. വേലന്മാരാണ് ഓത്ത് നടത്തുന്നതെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് മുറോത്ത് അഥവാ മറു ഓത്ത് നടത്തുന്നത്. ഈ പള്ളിപ്പാനയുടെ വേറൊരു ചരിത്രം പറയുന്നത് മഹാഭാരത കഥയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ ആ കഥ, ദാരികവധം, ഇതൊക്കെയാണ് പള്ളിപ്പാനയിൽ പാനകളായിട്ട്, അതായത് പാട്ടുകളായിട്ട് പാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിനൊരു ഐതിഹ്യത്തിൻ്റെ ഒരു വശം കൂടെയുണ്ട്. അത് പള്ളിപ്പാനയുടെ ഐതിഹ്യമായിട്ട് കുറച്ചുകൂടെ യുക്തിപൂർവ്വം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മഹാഭാരത കഥയിൽ അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവരെയും വധിക്കാനായിട്ട് ദുര്യോധനൻ മലയനെ കൂട്ടുപിടിച്ച് ഓത്ത് നടത്തിയെന്നും മലയൻ നിഴൽക്കുത്ത് ചെയ്ത് അവരെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ മലയെത്തി തിരിച്ച് മുറോത്ത് നടത്തി അവരെ രക്ഷിച്ചുവെന്നുമാണ് കഥ. പള്ളിപ്പാനയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കാപ്പുകെട്ടോടുകൂടിയാണ്. അപ്പോൾ കോയിമവടിയിൽ, അതായത് സ്വർണ്ണക്കാപ്പുകൾ കെട്ടിയ കോയിമവടി ശ്രീകോവിലിൽ നിന്ന് ഭഗവാന്റെ ചൈതന്യം ആവാഹിച്ച് മേൽശാന്തിയും കോയിമയും കൂടി തൃക്കേക്കുളത്തിൻ്റെ തെക്കേക്കരയിൽ കെട്ടിയ പന്തലിലേക്ക് ആനയിക്കുന്നു. അവിടെ വെച്ചാണ് ഈ ഓത്തും മുറോത്തും മറ്റ് ചടങ്ങുകളും എല്ലാം നടക്കുന്നത്. ആചാരവിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇതിന് കായികമായും സാമ്പത്തികമായും ഏറെ ആവശ്യങ്ങളുണ്ട്. എല്ലാ അധ്വാനവും എല്ലാ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ
അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും മിത്തും ഭക്തിയും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരുപാട് ചടങ്ങുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു പുരുഷായുസ്സിൽ കൂടി വന്നാൽ 6 or 7 പള്ളിപ്പാനകളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പള്ളിപ്പാന കാണാത്ത ആൾക്കാർ പള്ളിപ്പാന കാണാനും അതിൽ പങ്കെടുക്കാനും അതിനോട് സഹകരിക്കാനും മുന്നോട്ട് വരണം. ആചാരവിശ്വാസങ്ങൾ എല്ലാം ഭംഗിയായി നിഷ്ഠയോടുകൂടി നടത്തുവാൻ ഇതിൻ്റെ സംഘാടക സമിതിക്കും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കും തന്ത്രി, കോയിമ്മ, അതുകൂടാതെ ഈ ശരിക്ക് പള്ളിപ്പാനയുടെ അനുഷ്ഠാനങ്ങൾ നടത്തുന്ന വേല സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, മറ്റു സമുദായക്കാർ, നാട്ടുകാർ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളിപ്പാനയ്ക്ക് ശേഷം ദ്രവ്യകലശവും ഭഗവാന്റെ സന്നിധാനത്തിൽ നടക്കുന്നുണ്ട്. താന്ത്രികമായി ഭഗവാന്റെ ചൈതന്യം തിരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുകളാണ്. അമ്പലപ്പുഴയിലെ പ്രമുഖരായ 3 പേർ എഴുതിയ പുസ്തകങ്ങൾ ഇതേപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഗോപകുമാർ സാറ് എഴുതിയിരുന്ന ഒരു പുസ്തകം അമ്പലപ്പുഴ ക്ഷേത്രചരിത്രം, അതുപോലെ വലിയ മഠത്തിൽ ശ്രീകുമാർ ചേട്ടൻ എഴുതിയ പുസ്തകം, പ്രേമൻ ചേട്ടൻ പള്ളിപ്പാനയെക്കുറിച്ച് മാത്രം എഴുതിയ പുസ്തകം. എല്ലാവരും അത് വാങ്ങിച്ചാൽ പള്ളിപ്പാനയും അതിൻ്റെ ചടങ്ങുകളെ പറ്റിയുമുള്ള കൃത്യമായ വിവരങ്ങൾ, കുറച്ചുകൂടി വിശദമായ വിവരങ്ങൾ കിട്ടുന്നതാണ്. എല്ലാവരെയും കൃഷ്ണസ്വാമി അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.